Hi guys, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറേ നാളെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ചാനലിൽ റീക്രിയേഷൻ സീരീസ് തുടങ്ങുന്നത്. സോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുകയാണ് എന്താണ് റീക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് ഞാൻ ഡാർക്കിൻ്റെ ഇൻട്രോ കാണുന്നത്. ഡാർക്ക് സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഭയങ്കര ഫേമസ് ആണ്. ആ ഡാർക്ക് സീരീസിലെ ഇൻട്രോയിലെ കലൈഡോസ്കോപ്പ് എഫക്റ്റാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതോടൊപ്പം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. നമ്മളിന്ന് പ്രീമിയം പ്രോയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിവേ നമുക്ക് തുടങ്ങാം. ഗൈസ്, നിങ്ങൾക്കിവിടെ കാണാം ഞാൻ എൻ്റെ ടൈം ലൈനിലേക്ക് 2 വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇത് ചെയ്യാൻ കുറേ മെത്തേഡുണ്ട്, ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക, നേരെ എഫക്ട്സിലേക്ക് പോവുക, മിറർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളുടെ ക്ലിപ്പിൻ്റെ മേലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. വൈദ്യുതി ഞാൻ റെസൊല്യൂഷൻ ഒന്ന് 1/4 തരാം. എൻ്റെ കമ്പ്യൂട്ടർ അത്ര സ്പീഡുള്ളതൊന്നുമില്ല. ഇനി നമുക്ക് എഫക്റ്റ് കൺട്രോൾസിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് താഴോട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് കാണാം നമ്മുടെ മിറർ എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളൊന്ന് കൺട്രോൾ സി നിൽക്കുക, കൺട്രോൾ വി നിൽക്കുക. ഇപ്പോൾ നമുക്ക് 2 മിറർ എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ താഴത്തേൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. മേലത്തെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റിഫ്ലക്ഷൻ ആംഗിൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ ബ്ലാക്ക് ബാർസ് ഒന്നും വരാത്ത രീതി ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഞാനൊരു 70 കൊടുക്കുവാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മേലത്തെ മിറർ എഫക്റ്റ് ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, കൺട്രോൾ സി എന്നിട്ട് കൺട്രോൾ വി ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ റിഫ്ലക്ഷൻ ആംഗിൾ 0 ഉള്ള മിറർ എഫക്റ്റ് എപ്പോഴും താഴെയാണ് വരേണ്ടത്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജസ്റ്റ് ഞാൻ അതൊന്ന് വലിച്ച് താഴേക്ക് ഇടുവാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം മേലത്തെ 2ലും 70 ആണ്. നമുക്ക് മേലത്തെ വാല്യൂ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാനൊരു -70 കൊടുക്കുവാണ്. ഇനി വേണം നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാം. ഈ കലൈഡോസ്കോപ്പ് നിങ്ങൾക്ക് വേണ്ട രീതി ചെയ്യാം. ഇനി നിങ്ങൾക്ക് വാല്യൂസ് മാറ്റി കൊടുക്കാം, വേണമെങ്കിൽ 50 കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും ഇതിനകത്ത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ ക്ലാരിറ്റി തോന്നാത്തത് ഞാനിവിടെ കുറച്ചിട്ടുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ റിഫ്ലക്ഷൻ ആംഗിൾ 70 കൊടുത്താണ് ഇങ്ങോട്ട്. നിങ്ങൾക്ക് വാല്യൂ മാറ്റി കൊടുത്താൽ അതിനനുസരിച്ചുള്ളത് ഇത് കിട്ടും. ഞാൻ -50 കൊടുത്ത് കാണിച്ചില്ല. ഇവിടെ അതുപോലെ 50 കൊടുക്കാം. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ ആംഗിൾ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഒരു എഫക്റ്റ് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ബാർ വരാതെ നോക്കണം, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾ കലൈഡോസ്കോപ്പ് എഫക്റ്റ് റീക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു ക്ലിപ്പ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്ലിപ്പ്. ഇതിനകത്ത് നമുക്ക് നേരത്തെ കൊടുത്ത പോലെ മിറർ എഫക്റ്റ് ഡ്രാഗ് ചെയ്തിടാം. ശേഷം എഫക്റ്റ് കൺട്രോൾസിലേക്ക് പോകാം. മിറർ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മേലത്തെ വാല്യൂ, ഓക്കെ, എൻ്റെ കമ്പ്യൂട്ടർ ഹാങ് ആയതൊന്നും ഇല്ല, നിങ്ങൾക്ക് വേണ്ട രീതി ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും ഒന്നും കൂടെ കോപ്പി ചെയ്യുക, കൺട്രോൾ സി കൺട്രോൾ വി. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെപ്പോഴും ഈ ലെയർ, ഈ നടുക്കത്തെ ഈ റിഫ്ലക്ഷൻ ആംഗിൾ 0 എപ്പോഴും താഴെ വരണം. അത് നമ്മൾ താഴേക്ക് വലിച്ചിടാം. ഓക്കെ, ഇനി മേലത്തേൻ്റെ റിഫ്ലക്ഷൻ ആംഗിൾ നമുക്ക് നമുക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കാണ് ചെറുതായിട്ടൊരു ബ്ലാക്ക് ബാർ വന്നിട്ടുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ മതി, നിങ്ങൾ സ്കെയിൽ ചെയ്താൽ മതി, അപ്പോൾ ആ പ്രശ്നം തീരും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ റീക്രിയേഷൻ സീരീസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.